of the rope and put his own clothes on him and led him away to crucify him. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, മനുഷ്യകുലത്തോടുള്ള നിൻ്റെ വലിയ സ്നേഹവും കരുണയും നിമിത്തം നീ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ജഡാവതാരം എടുത്തതിനായി സ്തോത്രം. നിൻ്റെ ജീവിതത്തിലൂടെ നീ കാണിച്ചു തന്ന നല്ല ദൃഷ്ടാന്തങ്ങൾക്കായി കർത്താവേ സ്തോത്രം. നിൻ്റെ മരണത്തിലൂടെ, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്കായി സ്തോത്രം. നിൻ്റെ മരണത്താൽ ഞങ്ങൾക്ക് ലഭിച്ച ജീവനായി കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ ജീവൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. വചനധ്യാനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ. പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഗുഡ് ഫ്രൈഡേ ഈസ് നോട്ട് മിയർലി a historical event. It is a powerful reminder that the boundless grace that flowed from Calvary and continues to flow into our lives today. The cross was not a surprise for Jesus Christ. The cross, the crucifixion, the sufferings was part of God's plan about us. Bearing cross was his mission. ക്രൂശാരോഹണവും മരണവും നമ്മുടെ രക്ഷയ്ക്കായി ദൈവം വിഭാവനം ചെയ്ത ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. We can see that his life itself was on crossroads always. His entire life, death and resurrection was the plan that God created to save the world. മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവം വിഭാവനം ചെയ്ത രക്ഷാ പദ്ധതി അത്രയും. That we can read in 1 Peter chapter 2 verse 24. He himself bore our sins in his body on the tree, that we might die to sin and to live to righteousness. By his wounds you have been healed. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടും ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പാപത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യൻ, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൻ്റെ നാശത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യനെ നിത്യതയിലേക്ക് വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് നമ്മുടെ പാപങ്ങളെ വഹിച്ചു. അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി തൂക്കപ്പെട്ടു. അവൻ ശരീരത്തിൽ വഹിച്ച മുറിവിനാൽ, അവൻ ഏറ്റുവാങ്ങിയ പരിഹാസത്താൽ, വേദനകളാൽ നമുക്ക് ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മോട് കാണിച്ച സ്നേഹം, കരുണ വലിയതത്രേ. When we go to the life of Christ, we can see that so many struggles Jesus has faced during his short life in his life. കർത്താവിൻ്റെ വളരെ ചുരുങ്ങിയ പരസ്യ ശുശ്രൂഷയിൽ ധാരാളം വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പരിഹാസങ്ങൾ കർത്താവ് സഹിച്ചതായിട്ട് നമുക്ക് കാണുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ വായിക്കുന്ന പ്രാർത്ഥനകൾ, എസ്പെഷ്യലി ദ പ്രോമിയോ ആൻഡ് സെദറാസ് that we read in the last prayers, everyone is explaining the struggles, the hardships,
the pain that Jesus experienced during his life in this world. For what? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ഫോർ അവർ സാൽവേഷൻ, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ഈ വേദനകളെയൊക്കെ സഹിച്ചു. നമ്മൾ ഈ ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ എത്രയൊക്കെ വേദനകളാണ് കർത്താവ് ഏറ്റെടുത്തത്. ഫാൾസ് അക്യൂസേഷൻസ്, ട്രംഡ് അപ്പ് ചാർജസ്, ഇല്ലീഗൽ പ്രൊസീഡിങ്സ്, false accusations and witnesses, predetermined outcomes, humiliations, beaten several times, wounded, spitted on his face, later hanged on the cross. ഒത്തിരിയേറെ വേദനകൾ ഒക്കെ യേശു കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചു. When we read this gospel portion, we can picturize these things in our mind. But when I read these portions, I felt that the most painful experience that Jesus faced might be the betrayal of the disciples. യേശു കർത്താവ് എന്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നു എന്ന് നമ്മൾ ഇപ്പോൾ കേട്ടു. ഇത് ഏറ്റവും കൂടുതൽ ഭംഗിയായി മനസ്സിലാക്കിയവരും മനസ്സിലാക്കേണ്ടിയവരും കൂടെ നടന്ന ശിഷ്യന്മാരായിരുന്നു. ബട്ട് ദേ ഫോർഗെറ്റ് ഓൾ ദീസ് തിങ്സ്. കൂടെ നടന്ന ശിഷ്യന്മാർ, കർത്താവിൻ്റെ തോളോട് തോൾ ചേർന്ന് നടന്നവർ, കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് ഉറങ്ങിയവർ, കർത്താവിനെ യഥാർത്ഥമായി മനസ്സിലാക്കിയ ശിഷ്യന്മാർ, അവർ കർത്താവിനെ മറന്നു ഓടി ഒളിക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ഇന്നലെ രാത്രി നമ്മൾ ജൂഡസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. How Judas betrayed Jesus. Nathan, do you know how much coins he got to betray? 30 silver coins. 30 വെള്ളിക്കാശ്. അതിൻ്റെ കനം അതവന് വലിയതായിട്ട് തോന്നി. തൻ്റെ ഗുരുവിനെ ഒറ്റുകൊടുക്കുവാൻ തക്കവണ്ണം 30 വെള്ളിക്കാശിൻ്റെ കിലുക്കം, അതിൻ്റെ കനം കണ്ടപ്പോൾ അവനത് വലുതായിട്ട് തോന്നി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലേറ്റർ വി ക്യാൻ സീ ദാറ്റ് ജീസസ് ഓൾസോ ബിട്രേയിങ് ഫോർസേക്കിംഗ് ജീസസ് ക്രൈസ്റ്റ്. അവനോടുകൂടെ മരിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പത്രോസ് പോലും 3 തവണ അവനെ തള്ളിപ്പറയുകയാണ്. അവിടെ നടുമുറ്റത്ത് ഫയർ പ്ലേസിൻ്റെ മുമ്പിൽ ഇരിക്കുക, ഒരു തീയുടെ ചൂടൊക്കെ ഏറ്റ് തീക്കാച്ചിലിൻ്റെ സുഖത്തിലിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് അവനോട് ചോദിക്കുകയാണ്, നീയും അവൻ്റെ കൂടെ ഉള്ളവനല്ലേ? അവൻ പറയുന്നു, അല്ല, ഒരു തീക്കാച്ചിലിൻ്റെ നൈമിഷികമായ സുഖമൊക്കെ മതി ഗുരുവിനെ തള്ളിക്കളയുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെയും നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ക്രൈസ്തവ സാക്ഷ്യം ഒക്കെ നമ്മൾ പുലർത്തുന്നവരാണ്. എന്നാൽ ചില നിമിഷങ്ങളിൽ ചില നൈമിഷികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടി, ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഗുരുവിനെ പലപ്പോഴും, യേശുവിനെ, ക്രിസ്തുവിനെ, ദൈവത്തെ തള്ളിപ്പറഞ്ഞവരാണ് നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ. We can see that Jesus was isolated away from the dear ones. Now Jesus is in the midst of the Roman people. ഏറ്റവും വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ യേശു കർത്താവ് കടന്നു പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ വേദനകളിൽ കൂടെ ഇരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇല്ലാതെയായി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകൾ വലുതാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ്. യേശു കർത്താവ് തൻ്റെ ശാരീരികമായ പീഡകളിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവർ തള്ളിപ്പറഞ്ഞ വേദനയിലൂടെ യേശു കർത്താവ് അതിവേദനയിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. എന്നാൽ എല്ലാ വേദനകളെയും യേശു കർത്താവ് മുന്നമേ കണ്ട്
അതിനെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയാണ്. എന്തിനു വേണ്ടി? എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് ഇതിനെ നേരിട്ടു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ ശിഷ്യന്മാർ തള്ളിപ്പറയുമ്പോൾ, അവർ ഓടി മാറി അകലുമ്പോൾ, we can see that some people, they are following Jesus Christ till the cross. കുരിശ് വരെ കർത്താവിനെ അനുഗമിക്കുന്ന ചിലരെ കാണാൻ സാധിക്കും. അത് ഇവിടെ എഴുതിയിരിക്കുന്നു. ചാപ്റ്റർ 27 വേഴ്സസ് 55 and 56. മേരി മഗ്ദലിൻ, Mary, mother of James and Joseph, and the mother of sons of Zebedee, Mary, mother of Jesus, Simon the Cyrene, who carried his cross. ഇങ്ങനെ കുറേ ആളുകളും പിന്നെ അവിടെ എഴുതിയിരിക്കുന്നു many other people, many other nameless people. കൂടെ നിന്നവരും കൂടെ ഉണ്ടാകും, നിനക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ശിഷ്യന്മാർ ഓടി മാറി നിന്നപ്പോൾ, ചില നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി മാറി നിന്നപ്പോൾ, ഈ ചില സ്ത്രീകൾ, പേര് അറിയപ്പെടാത്ത ചില ആളുകൾ, കുറേനക്കാരനായ ശിമോൻ, ഇവരൊക്കെ കുരിശോളം കർത്താവിനെ പിൻഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ പരിമിതമായ സമയത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് നിങ്ങൾക്കും എനിക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമ്മളേറെ നാളുകളായി ഈ ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവരാണ്. ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തെയും ത്യാഗത്തെയും ഒക്കെ ധ്യാനിക്കുന്നവരാണ് നമ്മൾ. കർത്താവിനോട് കൂടെ ചേർന്ന് ജീവിക്കുന്നവരാണ് നമ്മൾ. വി ക്ലെയിം ദാറ്റ് we live like disciples of Jesus. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പോലെ തന്നെ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ജീവിക്കുന്നവരാണ് നമ്മൾ. But we often forsaken Jesus. പലപ്പോഴും കർത്താവിനെ തള്ളിപ്പറഞ്ഞവരും മറന്ന് കളഞ്ഞവരുമാണ് നമ്മൾ എങ്കിൽ, ഈ ചില ദുർബലരായ ആളുകൾ, ചില ബലഹീനരായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ദൃഷ്ടാന്തമുണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശോളം അന്ത്യത്തോളം ക്രിസ്തുവിനെ പിൻപറ്റുവാൻ യേശു കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ആർ വി റെഡി ടു ബെയർ ദ ക്രോസ്? ഈ ക്രൂശ് എടുക്കാൻ നമുക്കിഷ്ടമാണോ? കുരിശ് വരയ്ക്കുന്നവർ മാത്രമാണ് നമ്മൾ. ക്രൂശ് വഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ പാടും, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. നമ്മൾ പാടാറുണ്ട്. എന്താണ് കുരിശ്? ഞാൻ മുൻപ് പള്ളിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി അവൻ്റെ പൈതലായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് കുരിശ്, അല്ലാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളല്ല. ഈ ക്രൂശ് വഹിക്കുവാൻ നമുക്ക് തയ്യാറാകണോ? കൊസൂക്കെ കൊയാമ എന്ന് പറയുന്ന ഒരു ഏഷ്യൻ തിയോളജിൻ്റെ ഒരു ഫേമസ് ബുക്ക് നിങ്ങൾ കേട്ടിരിക്കും, നോ ഹാൻഡിൽ ഓൺ ദ ക്രോസ്. കുരിശിന് കൈപ്പിടിയൊന്നുമില്ല, അത് വഹിക്കേണ്ടത് തന്നെയാണ്. ചില നാളുകൾക്ക് മുമ്പ് മലയാറ്റൂർ വഴി യാത്ര ചെയ്തപ്പോൾ നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ കുരിശും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പലരുമൊക്കെ കുരിശ് തോളിലൊക്കെ വഹിച്ച് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരു വിദ്വാൻ ഒരു ചെറിയ കുരിശിൻ്റെ രണ്ടറ്റത്ത് ആയി ഒരു ചരട് കെട്ടി ഒരു വാനിറ്റി ബാഗ് തോളെ തൂക്കിയിട്ട പോലെ തൂക്കിയിട്ടുകൊണ്ട് പോകുന്നു. ആദ്യം വഹിച്ചുകൊണ്ട് തുടങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇവിടെ എത്തിയപ്പോൾ ഒരു ചരട് രണ്ട് സൈഡിൽ കെട്ടി ഒരു ബാഗ് പോലെ തോളയിൽ തൂക്കിയിട്ടുകൊണ്ട് നടക്കുകയാണ്. ക്രൂശ് വഹിപ്പാൻ നമുക്ക് ഇഷ്ടമോ? ഇന്ന് നമ്മൾ എൻ്റർടൈൻമെൻ്റ് കാലത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത്. ഫൺ ഫാക്ടർ നമുക്കെല്ലാത്തിനും വേണം. അത് പള്ളിയിലും ഉണ്ടെങ്കിൽ സന്തോഷം. ഈസ്റ്റർ ഇപ്പം എഗ് ഹണ്ടിൻ്റെ ദിവസം മാത്രമായിരിക്കാം ചിലർക്കൊക്കെ. ഗുഡ് ഫ്രൈഡേക്ക് അവധിയില്ലാത്തത് ഇന്ന് കച്ചവട സാധ്യത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇന്നൊരു ഫൺ മൊമെൻ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത്രയൊരു രസം പുറത്തെവിടെയും കാണുന്നില്ല. നമുക്കിന്ന് എൻ്റർടൈൻമെൻ്റാണ് ഇഷ്ടം. പ്രസംഗത്തിലും ഫണ്ണുണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാത്തിലും അത്തരം എലമെൻറ്റ്സ് എപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. ആത്മീയതയിലും അങ്ങനെ തന്നെ. ഈ ക്രൂശ് വഹിപ്പാൻ നമുക്ക് ഇഷ്ടമാണോ? പ്രിയപ്പെട്ടവരെ, വാട്ട് ഈസ് അവർ റെസ്പോൺസ് ടു ദ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഈ ക്രിസ്തുവിൻ്റെ വേദനകളെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ?
ഈ ക്രൂശിൻ്റെ അനുഭവത്തിൽ, ക്രൂശിൻ്റെ വഴികളിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമാവുന്നുണ്ടോ? നമ്മൾ പാടാറുണ്ട്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, അല്ലേ, നോ ടേണിംഗ് ബാക്ക്. നമ്മൾ പലതവണ പാടിയത്, കൊച്ചിലെ മുതൽ VBSൻ്റെ കാലം മുതൽ പാടിയതാണ്. പക്ഷെ പലപ്പോഴും പിന്തിരിഞ്ഞു പോയി. ഒരിക്കലും പിന്മാറുകയില്ല എന്ന് പറഞ്ഞ് നടന്ന ശിഷ്യന്മാരെ പോലെ നമ്മളും പിന്തിരിഞ്ഞു പോയി. എങ്കിൽ ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കണം. ക്രൂശിൻ്റെ വഴികളിൽ ഞാൻ തെറ്റിപ്പോയ എൻ്റെ ജീവിതങ്ങളെ, എൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് ഒന്നുകൂടെ ക്രിസ്തുവിനോട് കാൽക്കൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച് അവൻ എന്തിനു വേണ്ടി നമുക്ക് മരിച്ചു എന്നുള്ളത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനും അതിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ വീണ്ടും സമർപ്പിക്കുവാനും ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം.